വർക്കലയിൽ രേഷ്മ എന്ന യുവതി ആത്മഹത്യ ചെയ്തതിൽ ദുരൂഹത ഒഴിയുന്നില്ല. ഭർത്താവ് രേഷ്മയെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ എല്ലാം റിപ്പോർട്ട് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. എന്നിട്ടും അന്വേഷണത്തിൽ അനക്കമില്ല. ഭർത്താവും ബന്ധുക്കളും മാത്രമാണ് രേഷ്മയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ വീട്ടുകാരെ വിവരമറിയിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മരണം സംഭവിച്ചു. മരണത്തിൽ സംശയമുണ്ടെന്ന് വീട്ടുകാർ മൊഴി കൊടുത്തെങ്കിലും മനോവിഷമത്താൽ രേഷ്മ തൂങ്ങി മരിച്ചു എന്നാണ് പോലീസിന്റെ എഫ്ഐആർ. ടി വി പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, നമ്മൾ ഇത് തുടർച്ചയായിട്ട് വർക്കല പോലീസിന് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണക്കാരായ മനുഷ്യരാണ്. അവിടെ ഒരു മരണം നടന്നാൽ അത് ആത്മഹത്യ എഴുതി തള്ളാൻ ഒരു പ്രവണതയുണ്ടോ എന്ന് പോലും സംശയമാണ്. ഇതിൽ ഭർത്താവിൻ്റെ ഓഡിയോ വളരെ ക്ലിയർ ആയിട്ട് വന്നു. നമുക്ക് വേണമെങ്കിൽ ആ ഓഡിയോ ഒരിക്കൽ കൂടി കേൾപ്പിക്കാവുന്നതാണ്. കൊന്നുകളയും എന്നൊക്കെ ഈ ഭർത്താവ് പറയുന്നുണ്ട്. ഈ തൂങ്ങി നിൽക്കുന്ന നിലയിൽ രേഷ്മയെ കണ്ടെത്തിയത് ഭർത്താവിൻ്റെ വീട്ടുകാർ മാത്രമാണ്. സംശയം ഈ ബന്ധുക്കൾക്കുള്ളപ്പോൾ പോലീസ് അത് അന്വേഷിക്കേണ്ടതല്ലേ? എന്താ പോലീസ് അത് അന്വേഷിക്കാത്തത് ടി വി പ്രസാദ്? അതുതന്നെയാണ് അരുൺ നമ്മളെ ഈ വാർത്തയെ പിന്തുടരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതിനിപ്പോൾ തൂങ്ങി മരണമാണെങ്കിൽ പോലും ആ തൂങ്ങി മരണത്തിനൊരു കാരണമുണ്ട്. കാരണം രേഷ്മ എന്ന പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് അന്വേഷിച്ചു. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നാട്ടുകാരോടും അയൽവാസികളോടുമെല്ലാം. അങ്ങനെ അത്ര പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഒരു പെൺകുട്ടിയല്ല രേഷ്മ എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ അത് കൊലപാതകമൊന്നുമല്ല, സാധാരണ മനോവിഷമത്താലുള്ള ആത്മഹത്യയാണെങ്കിൽ അതിനൊരു പ്രേരണയുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ പ്രേരണയുണ്ടെങ്കിൽ പ്രേരണ കുറ്റം ചുമത്തി ഭർത്താവിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസ് അദ്ദേഹത്തെ ഇൻട്രോഗേഷൻ ചെയ്യണം. ഒരു ചോദ്യം ചെയ്യലും നടന്നിട്ടില്ല. ഇന്നലെ രാവിലെ നമ്മൾ വാർത്ത പുറത്തുവിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ ഉടൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ വിളിക്കുന്നത് രാജേന്ദ്രൻ്റെ ഫോൺ നമ്പറിന് വേണ്ടിയിട്ടാണ്. അതായത് മരിച്ച 1.5 മാസത്തിന് ഇപ്പുറവും രാജേന്ദ്രൻ്റെ ഫോൺ നമ്പർ പോലും വർക്കല പോലീസിൻ്റെ കയ്യിലില്ല എന്ന ഒരു സത്യമാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കിയത്. അത്രത്തോളം വീഴ്ചയായിരുന്നു ആ കേസിൽ. ഇന്നലെ നമ്മൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെ എന്നതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് യഥാർത്ഥത്തിൽ അതൊരു കൊലപാതക സാധ്യതയിലേക്കുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്രയേറെ വൈകാനും പാടില്ല. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ചൊവ്വാഴ്ച അത് കൃത്യമായി പറയാമെന്ന് പറയുന്നു. ഇന്നലെയാണ് നമ്മൾ അന്വേഷിച്ച സമയത്ത് ഹാങ്ങിങ് ആണ് കോസ് ഓഫ് ഡെത്ത്, തൂങ്ങി മരണമാണ് എന്നാണ് അവർ പ്രാഥമികമായി പറഞ്ഞത്. ശരീരത്തിൽ മറ്റ് പരിക്കുണ്ടോ മറ്റ് മുറിവുകളുണ്ടോ എന്നുള്ളത് 1.5 മാസം മുമ്പുള്ളതായതുകൊണ്ട് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൽ പോലീസിന് ഗുരുതരമായ വീഴ്ചയുണ്ട് അരുൺ. നേരത്തെ നമുക്ക്